നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലത്തെ രാത്രി നമ്മൾ ആഘോഷമാക്കിയ രാത്രിയാണ്. ടീം ഇന്ത്യ വീണ്ടും ICC T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ജേതാക്കൾക്ക് ICC കൊടുക്കുന്ന പ്രൈസ് മണി എത്രയാണ് അതറിയണമല്ലോ. അപ്പോൾ നമ്മൾ ആ പ്രൈസ് മണി ഒന്ന് പരിശോധിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ICCയുടെ മാത്രം പ്രൈസ് മണിയാണ്. സാധാരണ നമുക്കറിയാം, ഇന്ത്യ കിരീടമെടുത്താൽ BCCIയുടെ വക വേറെ പ്രൈസ് മണി പ്രഖ്യാപനം ഉണ്ടാകും. അത് വരട്ടെ, നമുക്കപ്പോൾ അത് നോക്കാം. ഇപ്പോൾ ICC കൊടുക്കുന്ന പ്രൈസ് മണി എത്രയാണ്? ആകെ റഫ്ലി 120 കോടിയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് മണി പൂൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പണം ജേതാക്കൾക്ക് എത്ര കൊടുക്കും, റണ്ണേഴ്സ് അപ്പിന് എത്ര കൊടുക്കും, സെമി ഫൈനലിൽ എത്തി പുറത്തായ ടീമുകൾക്ക് എത്ര കൊടുക്കും, സൂപ്പർ 8 പുറത്തായ ടീമുകൾക്ക് എന്ത് ലഭിക്കും, ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായ ടീമുകൾക്ക് എന്ത് ലഭിക്കും, അങ്ങനെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ആകെ 13.5 മില്യണാണ് 2026 T20 വേൾഡ് കപ്പിൻ്റെ പ്രൈസ് പൂളായിട്ട് ICC തീരുമാനിച്ചിരുന്നത്. $13.5 മില്യൺ. അപ്പോൾ വിന്നേഴ്സായിട്ടുള്ള ടീം ഇന്ത്യക്ക് ലഭിക്കുക $3 മില്യൺ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്രൈസ് മണി $3 മില്യൺ. റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ന്യൂസിലാൻഡിന് ലഭിക്കുക $1.6 മില്യൺ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും അതത്ര പിടിക്കില്ല. ഇന്ത്യൻ മണിയിൽ പറയടോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളത് നോക്കുകയാണ്. ഇന്ത്യൻ മണിയിൽ ഇത് റഫ്ലി പറയാനേ പറ്റുള്ളൂ, അപ്രോക്സിമേറ്റ്ലി പറയാനേ പറ്റുള്ളൂ. ഓരോ ദിവസവും ഈ എക്സ്ചേഞ്ച് റേറ്റിൽ ഫ്ലക്ച്വേഷൻ ഉള്ളതുകൊണ്ട് ഏതാണ്ട് പറയാം. അപ്പോൾ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് കിട്ടുന്ന തുക $3 മില്യൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 27.48 കോടി ഇന്ത്യൻ രൂപയാണ് ചാമ്പ്യന്മാരുടെ പ്രൈസ് മണി. രണ്ടാം സ്ഥാനക്കാരായ ടീമിന് $1.6 മില്യൺ എന്ന് പറയുമ്പോൾ 14.65 കോടി ഇന്ത്യൻ രൂപ. ന്യൂസിലാൻഡിന് കിട്ടുക 14.65 കോടി ഇന്ത്യൻ രൂപയാണ്. സെമി ഫൈനലിൽ തോറ്റു പുറത്തായ ടീമുകൾക്ക് 7.24 കോടി ഇന്ത്യൻ രൂപ വീതം കിട്ടും. ഇത് അപ്രോക്സിമേറ്റ് കണക്കാണ്. സൂപ്പർ 8 ടീമുകൾക്ക്, അതായത് സൂപ്പർ 8 കളിച്ച് പുറത്തായ ടീമുകൾക്ക് 3.48 കോടി രൂപ ലഭിക്കും, 3.48 ലക്ഷം. ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായ ടീമുകൾക്ക് ലഭിക്കുക 2.29 കോടി രൂപയായിരിക്കും, 2.29 ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക. ഇതാണ് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കണക്ക്. ഏതായാലും ഈ അപ്രോക്സിമേറ്റ് എന്ന് പറയാൻ കാരണം അത് ഡോളറിലാണ് ശരിക്കും തുക. അത് ഇന്ത്യൻ കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി പറഞ്ഞത്. ഇത് തന്നെയാണ് ഏതാണ്ട് കണക്ക്, ഇത് തന്നെയാണ്. ഏതായാലും 27.48 കോടി ഇന്ത്യൻ രൂപയാണ് ടീം ഇന്ത്യക്ക് പ്രൈസ് മണിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.